കൂട്ടുകാർക്കും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഒരു വ്യക്തി മരിക്കുമ്പോൾ ആ വ്യക്തിക്ക് എന്താണ് സംഭവിക്കുന്നത്? മരണാനന്തര ജീവിതത്തെക്കുറിച്ച് എന്താണ് യഹൂദൻ വിശ്വസിക്കുന്നത് എന്നീ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നാം നോക്കാൻ പോകുന്നത്. ചരിത്രപരമായി നരകം, നിത്യജീവൻ, അന്തിമവിധി തുടങ്ങിയ വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള യാതൊരു വിഷയത്തെക്കുറിച്ചും യഹൂദർക്കിടയിൽ ഐക്യം കുറവായിരുന്നു. 10 യഹൂദന്മാരോട് അവരുടെ വിശ്വാസത്തെക്കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് 10 വ്യത്യസ്ത ഉത്തരങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. ചില യഹൂദന്മാർ നരകത്തിൽ വിശ്വസിക്കുന്നു, എന്നാൽ മിക്കവരും വിശ്വസിക്കുന്നില്ല. യഹൂദ മതത്തിൻ്റെ ഔദ്യോഗിക തത്വങ്ങളെക്കാൾ ഇന്ന് മിക്ക യഹൂദന്മാരും ലിബറൽ ദൈവശാസ്ത്രം, മതേതരത്വം തുടങ്ങിയവയാൽ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട്. ഭൂരിഭാഗ യഹൂദരും നരകത്തിൽ വിശ്വസിക്കാത്തതിൻ്റെ മറ്റൊരു കാരണം ക്രിസ്തുമതം നരകത്തിൻ്റെ സിദ്ധാന്തം പഠിപ്പിക്കുന്നു എന്നതാണ്. ക്രിസ്ത്യൻ ചിന്ത എന്ന് തിരിച്ചറിയപ്പെടുന്ന എന്തും പലപ്പോഴും യഹൂദർ അത് തങ്ങളുടെ ആശയമല്ല എന്ന് നിരാകരിക്കുന്നു. മരിച്ചവരുടെ പുനരുദ്ധാനത്തിലുള്ള വിശ്വാസം പരമ്പരാഗത യഹൂദ മതത്തിൻ്റെ അടിസ്ഥാന വിശ്വാസമാണ്. എന്നാൽ ആ സിദ്ധാന്തം പോലും നൂറ്റാണ്ടുകളായി ചർച്ച ചെയ്യപ്പെടാറുണ്ട്. പുനരുദ്ധാനത്തിലുള്ള വിശ്വാസം സദൂക്യരിൽ നിന്നും പരീശന്മാരെ വേർതിരിക്കുന്നതായി പുതിയ നിയമം സാക്ഷീകരിക്കുന്നു. ദൈവിക പ്രതിഫലവും ശിക്ഷയും യഹൂദ മതത്തിന് വളരെ അടിസ്ഥാനപരമാണ്. പുനരുദ്ധാനമില്ല, ദൂതനും ആത്മാവുമില്ല എന്ന് സദൂക്യർ പറയുന്നു. പരീശന്മാരോ രണ്ടും ഉണ്ടെന്ന് പ്രമാണിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 23-ാം അധ്യായം 8-ാം വാക്യം. നരകത്തെ നിഷേധിക്കുന്നത് ആധുനിക ജൂതന്മാരെ മതേതരത്വം എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട് എന്നതിൻ്റെ ഉദാഹരണമാണ്. ഓലാം ഹബ അഥവാ വരാനിരിക്കുന്ന ലോകം എന്നറിയപ്പെടുന്ന സ്വർഗത്തെയും നരകത്തെയും കുറിച്ച് ഒരു യഹൂദ വ്യക്തി എന്ത് വിശ്വസിക്കുന്നു എന്നത് അവൻ അല്ലെങ്കിൽ അവൾ ദൈവത്തെക്കുറിച്ച് വിശ്വസിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. മതേതര യഹൂദന്മാർ മതേതര വിജാതീയരെ പോലെ സാധാരണയായി വിശ്വസിക്കുന്നത് മരണസമയത്ത് അവർ മണ്ണിലേക്ക് പോവുകയും കാര്യങ്ങൾ അവസാനിക്കുകയും ചെയ്യുന്നു എന്നതാണ്. നിഗൂഢമായ ചായ്വുള്ള യഹൂദന്മാർ പുനർജന്മത്തിലും മറ്റുള്ളവർ പുനരുദ്ധാനത്തിലും വിശ്വസിക്കുന്നു. പരമ്പരാഗത യഹൂദ മതം പഠിപ്പിക്കുന്നത് മരണശേഷം മനുഷ്യൻ്റെ ശരീരം ശവകുഴിയിലേക്ക് പോകുമെന്നും എന്നാൽ അവൻ്റെ ആത്മാവ് വിധിക്കപ്പെടുവാൻ ദൈവത്തിൻ്റെ മുൻപാകെ പോകുന്നു എന്നുമാണ്. തിരുവെഴുത്തുകൾ പ്രസ്താവിക്കുന്നത് പോലെ നമ്മുടെ ഉദ്ദേശങ്ങളും പ്രവർത്തികളും അറിയുന്നവൻ ദൈവം മാത്രമാണ്. 1 ശമൂവേൽ 16-ാം അധ്യായം 7-ാം വാക്യം. മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല, മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്ന് അരുളി ചെയ്തു. ദൈവം ഹൃദയത്തെ കാണുന്നു, എന്നാൽ മനുഷ്യൻ പുറമെയുള്ളത് നോക്കുന്നു. യഹൂദ വിശ്വാസപ്രകാരം ഒരേ ഒരു യഥാർത്ഥ ന്യായാധിപനായ ദൈവത്തെ അഭിമുഖീകരിക്കുമ്പോൾ നമ്മുടെ എല്ലാ പ്രവർത്തനത്തിനെയും ഉദ്ദേശങ്ങളെയും കുറിച്ചുള്ള ദൈവത്തിൻ്റെ കണക്കെടുപ്പിനെ അടിസ്ഥാനമാക്കിയുള്ള നമ്മുടെ മേന്മയുടെ സമ്പ്രദായം അനുസരിച്ച് നമുക്ക് സ്വർഗത്തിൽ ഒരു സ്ഥലം നിയോഗിക്കപ്പെടുന്നു. യഹൂദ വിശ്വാസപ്രകാരം ഇതാണ് പരമ്പരാഗത ചിന്താഗതി. വളരെ നീതിമാന്മാർ മാത്രമേ നേരിട്ട് സ്വർഗത്തിലേക്ക് പോവുകയുള്ളൂ. ബാക്കിയുള്ള എല്ലാവരുടെയും പാപങ്ങൾ ശുദ്ധീകരിക്കപ്പെടണം. പരമ്പരാഗത യഹൂദ മതം അനുസരിച്ച് മരണത്തിനു മുൻപ് ശുദ്ധീകരിക്കപ്പെടാത്ത പാപങ്ങൾ മരണശേഷം ഷിയോൾ എന്ന സ്ഥലത്ത് നീക്കം ചെയ്യപ്പെടുന്നു. ജെറുസലേമിൻ്റെ തെക്ക് ഭാഗത്തുള്ള ഗിഹിന്നോം എന്ന താഴ്വരയിൽ നിന്നാണ് ഈ പേര് ഉരുവായത്. ഒരിക്കൽ പുറംജാതീയ കനാന്യ രാജ്യങ്ങൾ ശിശുബലികൾക്കായി ഈ ഒരു താഴ്വര ഉപയോഗിച്ചിരുന്നു. 2 രാജാക്കന്മാർ 23-ാം അധ്യായം 10-ാം വചനത്തിൽ ആരും തന്നെ മകനെയോ മകളെയോ മോലേക്കിന് അഗ്നിപ്രവേശനം ചെയ്യാതിരിക്കേണ്ടതിന് ബെൻ ഹിന്നോം താഴ്വരയിലെ ദഹനസ്ഥലവും അവൻ അശുദ്ധമാക്കി. ഇവിടെ ബൈബിൾ ഭാഗത്ത് സൂചിപ്പിക്കുന്ന ബെൻ ഹിന്നോം താഴ്വര എന്ന സ്ഥലപ്പേരിൽ നിന്നാണ് ഈ പേര് ഉരുവായത്. ചില യഹൂദന്മാർ ഗിഹിന്നോമിനെ പീഡനത്തിൻ്റെയും ശിക്ഷയുടെയും തീയുടെയും ഗന്ധകത്തിൻ്റെയും ഒരു സ്ഥലമായി കാണുന്നു. മറ്റുള്ളവർ അത് കുറച്ചുകൂടി കഠിനമായി സങ്കല്പിക്കുന്നു. ഒരാൾ തൻ്റെ ജീവിതത്തിലെ പ്രവർത്തനങ്ങളെ അവലോകനം ചെയ്യുകയും മുൻകാല തെറ്റുകൾക്ക് പശ്ചാത്തപിക്കുകയും ചെയ്യുന്നു. യഹൂദ മതത്തിൽ നരകമെന്നത് ആത്മാവിനെ ശുദ്ധീകരിക്കുന്ന സ്ഥലമാണ്. സെഖര്യാവ് പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായം 9-ാം വചനത്തിൽ
മൂന്നിലൊരു അംശം ഞാൻ തീയിൽ കൂടി കടത്തി വെള്ളി ഊതി കഴിക്കുന്നത് പോലെ അവരെ ഊതി കഴിക്കും. പൊന്നു ശോധന കഴിക്കുന്നത് പോലെ അവരെ ശോധന കഴിക്കും. അവർ എൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുകയും ഞാൻ അവർക്ക് ഉത്തരമരുളുകയും ചെയ്യും. അവർ എൻ്റെ ജനമെന്ന് ഞാൻ പറയും, യഹോവ എൻ്റെ ദൈവമെന്ന് അവരും പറയും. യഹൂദ വിശ്വാസം അനുസരിച്ച് അങ്ങേയറ്റം നീതിമാന്മാർക്കും മരിക്കുന്നതിനു മുൻപ് അനുതപിക്കുന്നവർക്കും നരകത്തിൽ ശുദ്ധീകരിക്കപ്പെടാതിരിക്കുവാൻ കഴിയും. പാതാളത്തിലോ നരകത്തിലോ അഗ്നി തടാകത്തിലോ ഉള്ള ശാശ്വതമായിട്ടുള്ള ശിക്ഷാവിധിയെക്കുറിച്ചുള്ള ക്രിസ്ത്യൻ വീക്ഷണത്തിന് വിരോധമായി യഹൂദ മതം അനുസരിച്ച് ഷിയോളിൻ്റെ ശിക്ഷ താൽക്കാലികമാണ്. സങ്കീർത്തനം 16-ാം അധ്യായം 10-ാം വചനം, 1 ശമൂവേൽ 2-ാം അധ്യായം 6-ാം വചനം, യോന 2-ാം അധ്യായം 3-ാം വചനം എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് യഹൂദ മതം ഒരു താൽക്കാലിക നരകത്തെക്കുറിച്ചുള്ള സിദ്ധാന്തം സ്ഥാപിക്കുന്നത്. റബ്ബിമാരുടെ പഠിപ്പിക്കലുകൾ അനുസരിച്ച് ഗെഹിന്നോമിലെ ആത്മാവിൻ്റെ ശിക്ഷ സാധാരണയായി 12 മാസത്തെ ശുദ്ധീകരണ കാലയളവിലേക്ക് പരിമിതപ്പെടുത്തിയിരിക്കുന്നു. ഈ 12 മാസത്തെ പരിധി 1 വർഷം നീണ്ടു നിൽക്കുന്ന വിലാപചക്രത്തിലും മരിച്ചവർക്കുള്ള അനുസ്മരണ പ്രാർത്ഥനയ്ക്കായ കദീഷ് പാരായണത്തിലും പ്രതിഫലിക്കുന്നു. 2-ാം ക്ഷേത്ര സമയത്തിലെ ജൂതമതം വിശ്വസിച്ചിരുന്നത് മശിഹ വരുന്നതുവരെ വിശ്വാസികൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുകയില്ല എന്നാണ്. മരിച്ചവർ ഷിയോളിൽ കാത്തുനിന്നു. നരകത്തെക്കുറിച്ചുള്ള യഹൂദ വീക്ഷണത്തിൽ ആത്മാവ് അനുഭവിക്കുന്ന വേദന ശാരീരികമല്ല, മറിച്ച് മനഃശാസ്ത്രപരമാണ്. ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള ചരിത്രം അവലോകനം ചെയ്യുമ്പോൾ ഒരാൾക്ക് അനുഭവപ്പെടുന്ന നാണക്കേട് ദൈവത്തെ സേവിക്കുവാനുള്ള എത്ര അവസരങ്ങൾ പാഴാക്കിയെന്ന് കാണുമ്പോൾ വേദനയുണ്ടാക്കുന്നു. യഹൂദയല്ലാത്ത ആളുകൾ ഉൾപ്പെടെ മിക്കവാറും എല്ലാവർക്കും വരാനിരിക്കുന്ന ലോകത്തിൽ ഒരു ഭാഗം അർഹിക്കാനാകും. എന്നാൽ ചിലർക്ക് സ്വർഗത്തിലേക്കുള്ള അവസരങ്ങൾ നൽകില്ല. ഭൂമിയിലെ പൊടിയിലുറങ്ങുന്ന ബഹുജനങ്ങൾ ഉണരും. ചിലർ നിത്യജീവനിലേക്കും മറ്റുള്ളവർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കും. ദാനിയേൽ 12-ാം അധ്യായം 2-ാം വചനം. യഹൂദരുടെ വീക്ഷണത്തിൽ ശാശ്വതമായിട്ടുള്ള നിന്ദ എന്നത് തികച്ചും ദുഷ്ടരായ, വീണ്ടെടുക്കുവാൻ പറ്റാത്ത ആഹാബ് രാജാവ്, സോദോമിലെ മനുഷ്യർ തുടങ്ങിയവർക്കായി ഒരുക്കി വച്ചിരിക്കുന്നു. എല്ലാ യഹൂദരും മരണാനന്തര ജീവിതത്തോട് യോജിക്കുന്നില്ല. യഹൂദ വിശ്വാസം അനുസരിച്ച് വർഷാവർഷം തങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി അവർ യാഗം കഴിച്ചുകൊണ്ടിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവിലൂടെയുള്ള ഏകയാഗത്തിലൂടെ സകല മനുഷ്യർക്കുമുള്ള പാപത്തിന് പരിഹാരം ലഭിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തിങ്കിലേക്ക് നമുക്ക് പ്രവേശനമുണ്ട്.